സാഭിമാനം സാഹിത്യനഗരം. ഉന്തുവണ്ടിയുടെ പുറകെ തോട്ടികളുടെ കൂടെ വെള്ളായിയപ്പൻ നടന്നു. പട്ടണത്തിനു പുറത്തുള്ള വെളിനിലങ്ങൾക്കു മുകളിൽ കഴുകന്മാർ ചുറ്റിപ്പറന്നു. മണ്ണു മൂടുന്നതിനു മുൻപ് കുണ്ടുണ്ണിയുടെ മുഖം വെള്ളായിയപ്പൻ ഒരു നോക്കു കണ്ടു. ആ നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ചു. വെള്ളായിയപ്പൻ വെയിലത്ത് അലഞ്ഞു നടന്ന് കടൽപ്പുറത്തെത്തി. ആദ്യമായി കടൽ കാണുകയാണ്. കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു കുതിരുന്നു. കോടച്ചു കെട്ടിത്തന്ന പൊതിച്ചോറാണ്. OV വിജയന്റെ കടൽ തീരത്ത് എന്ന കഥ വായിക്കുമ്പോൾ ഓരോ കോഴിക്കോട്ടുകാരും അറബിക്കടലിനെ ഓർത്തെങ്കിൽ, തകഴിയുടെ ചെമ്മീൻ വായിക്കുമ്പോൾ കോഴിക്കോട് കടപ്പുറത്തെ മുമ്പിൽ കണ്ടെങ്കിൽ അതിനർത്ഥം ദേശം കടന്നും ആ കല നമ്മെ തേടിയെത്തി എന്നാണ്. കറുത്തമ്മയ്ക്ക് എന്നോട് ഇഷ്ടമാണോ? അതെ. എന്നോട് മാത്രമേ ഇഷ്ടമുള്ളോ? അതെ. എഴുത്തും വായനയും ഇത്രമാത്രം ഇഴചേർന്ന് സഞ്ചരിച്ച നഗരം കോഴിക്കോട് പോലെ വേറെയില്ല. സാധാരണമായ സ്ഥലവും സാധാരണമായ കഥാപാത്രങ്ങളുമാണ് ഖസാക്കിലുള്ളത്. ഖസാക്കിന്റെ ഇതിഹാസത്തെക്കുറിച്ച് ഒരിക്കൽ OV വിജയൻ പറഞ്ഞു. പക്ഷേ വളരെ തീക്ഷ്ണമായിട്ട് വിടർന്ന കണ്ണുകളോടെ അവരുടെ മനസ്സിലേക്ക്, അവരുടെ അസ്തിത്വങ്ങളിലേക്ക് നോക്കാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചിത്രീകരണമാണ് ഇതിന് അസാധാരണത്വം കൊടുക്കുന്നത്. വാസ്തവത്തിൽ അത് അസാധാരണമല്ല. സാധാരണമായ മനുഷ്യന്റെ, ഏത് സാധാരണ ഗ്രാമത്തിനും ഖസാക്കിനെ പോലുള്ള മാനങ്ങൾ ഉണ്ടാകാൻ കഴിയും. നമ്മളതിനെ ശരിക്ക് അതിന്റെ ആഴത്തിലേക്ക് നോക്കാൻ സാധിക്കുമെങ്കിൽ. സർക്കാരിന്റെ ഗ്രാന്റ് ലഭിക്കുന്ന 500-ൽ പരം ലൈബ്രറികൾ, ഗ്രാന്റില്ലാതെ പ്രവർത്തിക്കുന്ന 200-ൽ പരം ചെറു ലൈബ്രറികൾ, വായന മരിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്ന വേറെയും പൊതുയിടങ്ങൾ, ചെറുതും വലുതുമായ 2 ഡസനിലേറെ പ്രസാധകർ, വർഷത്തിൽ ശരാശരി 200 പുസ്തക പ്രകാശനങ്ങളെങ്കിലും KP കേശവമേനോൻ ഹാളിൽ നടക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ടൗൺ ഹാൾ, ടാഗോർ ഹാൾ, പ്രസ് ക്ലബ്, സ്പോർട്സ് കൗൺസിൽ ഹാൾ, ജൂബിലി ഹാൾ, അളകാപുരി, നളന്ദ, TBS തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ഹാളുകളിൽ നടക്കുന്ന പ്രകാശനങ്ങൾ വേറെ. TBSന്റെ സഞ്ചരിക്കുന്ന പുസ്തകവണ്ടി കോളേജ് ക്യാമ്പസുകളുടെ മുമ്പിൽ പുസ്തകങ്ങളുമായി കാത്തുനിന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നത്തെ തലമുറ നമ്മുടെ എഴുത്തുകാരെ പരിചയപ്പെട്ടത് സഞ്ചരിക്കുന്ന ആ പുസ്തകവണ്ടിയുടെ അരികെ നിന്നായിരുന്നു. TBSന്റെ സ്ഥാപകൻ ബാലകൃഷ്ണമാരാരെ പോലുള്ളവരെ കോഴിക്കോട്ടെ സഹൃദയ ലോകം എങ്ങനെ മറക്കാനാണ്? കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു സ്കൂളിൽ 7ാം ക്ലാസ് വരെ മാത്രമേ എനിക്ക് പോകാൻ കഴിയുള്ളൂ. അതിനുശേഷം ഫീസ് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് എന്നെ അവിടുന്ന് നാളെ മുതൽക്ക് വരണ്ട പോനെ എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണുണ്ടായത്. എന്റെ എല്ലാ അഡ്വൈസറായിരുന്നതിന് R. രാമേന്ദ്രൻ ക്രിസ്ത്യൻ കോളേജിൽ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് പോയി പറഞ്ഞു, അദ്ദേഹമാണ് എന്റെ ഗുരുവായിരുന്നത്. അദ്ദേഹത്തോട് ഞാൻ പോയി പറഞ്ഞു നമുക്ക് ടൂറിംഗ് ബുക്ക് പേരിടാം. LBSും PK ബ്രദേഴ്സും കൈരളി ബുക്സും എങ്ങനെ മറക്കാനാണ്? വലിയ പുസ്തകശാലകളല്ല അന്നുണ്ടായിരുന്നത്. തീരെ ചെറിയ പുസ്തകശാലകൾ. ചെറുതായി തുടങ്ങി വലുപ്പത്തിലേക്ക് കൊതിച്ചുപാഞ്ഞ വായന. സത്യത്തിൽ അതുതന്നെയായിരുന്നു നമ്മുടെ കരുത്ത്. മാനാഞ്ചിറയും സമീപത്തെ ടൗൺഹാളും അതിനടുത്തുള്ള ആർട്ട് ഗാലറിയും നമ്മുടെ വായനാ സംസ്കാരത്തെ പോഷിപ്പിച്ച ഇടങ്ങളാണ്. കേരളത്തിൽ ഇന്ന് ഏറെ പേർ ചിത്രകല ആസ്വദിക്കാനെത്തുന്നത് കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന ചിത്രപ്രദർശനങ്ങളിലാണ്. ഈയിടെ കഴിഞ്ഞ ഹോർത്തൂസ് സാഹിത്യോത്സവത്തിൽ ലക്ഷങ്ങളാണ് പങ്കെടുക്കാനെത്തിയത്. ജനുവരിയിൽ നടക്കുന്ന KLFന്റെ 8ാമത്തെ എഡിഷനിൽ അതേ ലക്ഷങ്ങൾ വീണ്ടും ഒഴുകിയെത്തും. അവരെ വിസ്മയിപ്പിക്കാനെന്നോണം രാജ്യാതിർത്തി കടന്നും എഴുത്തുകാരെത്തും. കഴിഞ്ഞ തവണത്തെ KLFൽ തുർക്കിയായിരുന്നു അതിഥി രാജ്യം. അതെ, ഒരു സംസ്കാരത്തിന്റെ കൂടി കൈമാറ്റമാണ് നടക്കുന്നത്. കോഴിക്കോട് നഗരം സുഗന്ധവ്യഞ്ജനങ്ങളുടെ മാത്രമല്ല, മധുരത്തിന്റെ കൂടി നഗരമല്ലെന്ന് എങ്ങനെ പറയും? വായന പോലെ മധുരമുള്ള മറ്റെന്തുണ്ട് ഈ ലോകത്തിൽ? പട്ടിണിയായ മനുഷ്യാനി പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണു നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. സാഭിമാനം സാഹിത്യനഗരം. ക്രിയാത്മക സഹകരണം മധുശങ്കർ മീനാക്ഷി. സാഭിമാനം സാഹിത്യനഗരം ഇനി തിങ്കളാഴ്ച രാവിലെ 7:10.